ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെങ്ങും മാറ്റിലുകൊണ്ട ശബ്ദം, ഒരു തലമുറയിലേക്ക് ദൈവം ചൊരിഞ്ഞ കാരുണ്യം. വീണ്ടും ഒരു ജനന പെരുന്നാൾ കൂടി സമാഗതമാകുമ്പോൾ നാം എല്ലാവരും മറ്റുള്ളവരെക്കാൾ എത്രയോ ശ്രേഷ്ഠർ. കാരണം ഇന്നലെ വരെ നമ്മോട് കൂടി യാത്ര ചെയ്തവരിൽ നമ്മേക്കാൾ ശ്രേഷ്ഠരായ അനേകം ആളുകൾ ഈ ക്രിസ്മസ് ഒരിക്കലും ആഘോഷിക്കാൻ സാധിക്കാതെ മാറ്റപ്പെട്ടപ്പോൾ നാം ഇന്ന് അവൻ മനുഷ്യരുടെ ഇടയിൽ വിടർത്തിയ സമാധാനത്തിന്റെയും കരുണയുടെയും നവസൗരഭ്യം ആസ്വദിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്മസ് ഒരു വാക്കുപാലിക്കലിന്റെ പൂർത്തീകരണമാണ്. അതെ പ്രിയമുള്ളവരെ, സ്വർഗം ഭൂമിക്ക് നൽകിയ ഒരു വാക്കാണത്. മാനവരാശിയെ പാപത്തിൽ നിന്നും അധർമ്മത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ ദൈവത്തിന്റെ വലതുഭാഗത്തു നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നീതി സൂര്യനായ യേശുക്രിസ്തുവിന്റെ ജനനം. ദരിദ്രരും പാവപ്പെട്ടവരും നിരാലംബരുമായ മനുഷ്യരെ തേടി അവരുടെ രക്ഷകനാകുവാൻ അവതരിച്ചവന്റെ കടന്നുവരവാണത്. ക്രിസ്മസ് എനിക്കും നിങ്ങൾക്കും ഏറെ പ്രിയപ്പെട്ട ദിനമാണ്. ക്രിസ്മസ് കേക്കുകളും ക്രിസ്മസ് പുൽക്കൂടും എവിടെയും മിന്നിമറിയുന്ന നക്ഷത്രവും ക്രിസ്മസ് ഡെക്കറേഷനുകളും ക്രിസ്മസ് ട്രീയും എന്തിനേറെ സമ്മാന പൊതികളുമായുള്ള വരവും കാത്തു നിൽക്കുന്ന സാന്താക്ലോസ് അപ്പൂപ്പനും ക്രിസ്മസ് ആഘോഷത്തെ വർണ്ണാഭമാക്കുന്നു, നമ്മെ ഒരു ഉത്സവ ലഹരിയിലാഴ്ത്തുന്നു. പക്ഷേ ഈ ഉത്സവ ലഹരിയിലും നാം ചിന്തിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഉൽപ്പത്തി 47 വാക്കുകളിലൂടെ അവതരിപ്പിക്കുന്ന ജോസഫിന്റെ ചോദ്യം, തന്റെ ജീവിതം വലിയ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ജയിലിൽ വെച്ച് സഹതടവുകാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, വൈ ആർ യുവർ ഫേസസ് ഡൗൺകാസ്റ്റ് ടുഡേ? നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഈ കാലഘട്ടത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത് തന്നെ. നമുക്ക് ചുറ്റുമുള്ളവരോട്, സഹപാഠികളോട്, കഷ്ടത അനുഭവിക്കുന്നവരോട്, ദരിദ്രരോട്, നിരാലംബരോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കാൻ സാധിക്കണം, സഹോദര, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന്. മോറിസ് വെസ്റ്റിന്റെ ഷൂസ് ഓഫ് ദ ഫിഷർമൻ എന്ന കഥയിലെ എലക്റ്റഡ് പോപ്പിനോട് കർദിനാളിന്റെ വാട്ട് യു വാണ്ട് എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന ഒരു മറുപടിയുണ്ട്, men with fire in their hearts and wings to their feet. അതെ, ഹൃദയത്തിന് ചൂടുപിടിച്ച കാലുകൾക്ക് ചിറകുകളുടെ വേഗതയുള്ള ഒരു തലമുറയായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ നഷ്ടപ്പെട്ടവരുടെ മുൻപിലേക്ക് ഒരു പ്രകാശ കിരണമായി, ഉദയ താരമായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. പുൽക്കൂട്ടിലെ ഉണ്ണിയെ കണ്ടെത്തുന്നത് വരെയുള്ള ഒരു യാത്രയാണിത്. ദൈവത്തിന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാൻ നാം ശ്രമിക്കുമ്പോൾ അവിടുത്തെ കരം പിടിച്ചാണ് നാം നടക്കുന്നതെങ്കിൽ എത്ര വലിയ പ്രലോഭനങ്ങളുടെ കൊട്ടാരത്തിൽ അകപ്പെട്ടാലും നാം നേർവഴിയിലൂടെ നടക്കുന്നതിനായി അവിടുന്ന് തീർച്ചയായും വഴിയൊരുക്കും എന്ന ചിന്ത ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ ക്രിസ്മസിനെ വരവേൽക്കാം. നന്ദി.